കണ്ടോ വാവാറ്റ എന്താ എന്റെ കയ്യിലെന്ന്? എന്താടാ? പോടാ. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ് ഇപ്പൊ ഞാനൊരു പൂന്തോപ്പിലാണ് ഗൈസ് ഇപ്പൊ നിക്കുന്നത് അല്ലേ വാവാറ്റി? യെസ്. കണ്ടോ നമ്മുടെ പൂന്തോട്ടത്തിലാണ് നിക്കുന്നത്. പനിനീർ പൂക്കൾ വീണ്ടും കാണുന്നുണ്ടോ? അപ്പൊ കണ്ടോ, അപ്പൊ നമ്മുടെ ഈ പൂമരത്തിന്റെ ഒക്കെ വ്ലോഗ് ഞാൻ ചെയ്യാട്ടോ. അതെ, ഇപ്പൊ നമ്മുടെ പൂമരത്തിന്റെ ചോട്ടിലാണ്. നമ്മുടെ പൂമരം മോസ്റ്റായി നല്ല പൂക്കളായി. ഓണത്തിന്റെ സമയത്തായിരുന്നു ഇങ്ങനെ പൂക്കള്. ഓണം കഴിഞ്ഞപ്പോഴാണ് ഗൈസ് പൂ വന്നോണ്ടിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഭയങ്കര പൂക്കളാണ് കേട്ടോ. അമ്മച്ചി ഇന്നലെ ഇവിടെ ഫുള്ള് അടിച്ചു വാരി കളഞ്ഞു കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ഇപ്പൊ നോക്ക്, അതിലപ്പുറം പൂക്കളാണ് ഇപ്പൊ ഈ വഴിയിൽ കൂടി വീണോണ്ടിരിക്കുന്നത്. കണ്ടോ എന്ത് രസമാണ് ഇങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട്. അത് തന്നെ കിടക്കാണ് പൂക്കള്. അതൊക്കെ പോട്ടെ, എന്റെ കയ്യിരിക്കുന്ന മത്സ്യമാർക്കണ്ട ആരതൊക്കെ എന്താതൊക്കെ സന്തോഷമായിട്ട് മേല. ഇവൻ ആരാന്ന് എനിക്കറിയാം, കാരണം ഇവൻ എത്തിയത് ഇന്നലെയാണ്. യെസ്. അപ്പം ഇത് ഞാൻ വാങ്ങിയതല്ല, ഏതോ ഒരു അഭ്യുദയകാംക്ഷി. ഇത് നമ്മൾ ഇന്ന് റോട്ടിൽ കയറി നിന്നപ്പം ഫസ്റ്റ് ഇട്ട് പറയാം, ഏതോ ഒരു അഭ്യുദയകാംക്ഷിയാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലായേക്കുന്നത്. കാരണം പേരൊന്നുമില്ല, നമ്മുടെ പേരാണുള്ളത്, എന്റെ പേരാണുള്ളത്, നമ്മുടെ ഷിപ്പിംഗ് അഡ്രസ് ആണുള്ളത്. എന്റെ പേരാണുള്ളത്, എന്റെ അഡ്രസ് അല്ല, എന്റെ അഡ്രസ്സല്ല, എന്റെ പേരാണുള്ളത്, എന്റെ പേരും എന്റെ അഡ്രസ്സും ഉള്ളത്. പക്ഷെ ഇത് ആരാണ് അയച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഇന്നലെ ഇവൻ വന്നു, ഇന്നത് ഇവൻ വന്നു. പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴാണ് നമുക്ക് ഡെലിവറി ബോയ് കൊണ്ടിട്ട് തരുന്നത്. ഇന്നലെ നവരാത്രി ആയിരുന്നു. ഇന്നലെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഈ വിജയദശമിന്റെ അന്ന്. അതെ സോറി, നവരാത്രി അല്ല, വിജയദശമി. അപ്പൊ നോക്ക് ഇതില്ലേ, ഇന്നലെ എനിക്ക് ആർത്തി കയറി ഞാൻ ഇത് അൺബോക്സ് ചെയ്തു ഗൈസ്, വീഡിയോ എടുത്തു. ബാക്കി പറയേ. പക്ഷെ ഞാൻ വീഡിയോ ക്യാമറയിലല്ലേ ഉള്ളത്, എടുക്കുന്ന വീഡിയോസിൽ എനിക്ക് വേണ്ട വീഡിയോസ് എടുക്കുന്നതിന്റെ കൂട്ടത്തില് വേണ്ടാത്ത വീഡിയോസ് ഡിലീറ്റ് ആക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തില് ഇവനെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അത്ര എന്നെ കൊണ്ട് കാലിന്ന് ഇങ്ങോട്ട് വേർത്ത് നമുക്ക് വേർക്കലാണേ. അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മള് അതുപോലെ ഫോണൊക്കെ കയ്യിൽ നിന്ന് നിലത്ത് വീഴുമ്പം വീഴാൻ പോകുമ്പോ ഒരു സഡൻ എന്താ പറയാ, നമ്മള് ഇമോഷണലി ഡേഞ്ചർ ആയി പോവാണ്. അപ്പം അതൊക്കെ പോട്ടെ. ഇന്നലെ മോസ്റ്റായി. ഇന്ന് രാവിലെ അല്ലേ, ഇന്ന് രാവിലെയാണോ പറയുന്നത്? ഇന്നലെ രാത്രി കഴിഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞായിരുന്നു ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കിയെന്നാ തോന്നുന്നത്, ഈ കൂടെ കാണുന്നില്ല എന്ന്. എന്നിട്ട് ക്യാമറ നോക്കിയിട്ട് കണ്ടില്ല. ഇനിയിപ്പം എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂടെ ഞാൻ പറഞ്ഞു, എടാ വല്ല ഭാഗ്യത്തിനോ എങ്ങാനും ഉണ്ടെങ്കിലും നോക്ക്. അതും ഇല്ല ഗായ്സേ, അത് പോയി. നമ്മളിങ്ങനെ എക്സ്പോർട്ട് ആക്കൂലോ, അപ്പൊ അത് ഞാൻ കഴിഞ്ഞു ഓർത്തിട്ട് ഡിലീറ്റ് ആക്കിയതാ. എന്ത് ചെയ്യാനാ? പക്ഷെ കയ്യില് നമ്മുടെ സാധനം ഉണ്ടല്ലോ, അത് കാരണം നമ്മൾ ഒന്നും കൂടി അൺബോക്സ് ചെയ്യാൻ പോവാണ്. കാരണം മോസ്റ്റായി അൺബോക്സ് ചെയ്തതായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി. പക്ഷെ സാരല്ല, എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മുടെ സാധനം ഉണ്ടല്ലോ, ഒരു സംഭവം മാത്രല്ല, പൊട്ടിക്കുന്ന സൂത്രം മാത്രം അതിന്റെ പുറത്തില്ല, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ അത് എന്തായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഓർക്കുന്നുണ്ടാവും അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറയണ്ട, എന്താന്ന് പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് തന്ന വ്യക്തിക്ക് ഞാൻ ഒരുപാട് താങ്ക് യു സോ മച്ച് പറയാണ്. കാരണം അത്രയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് എത്ര താങ്ക് യു പറഞ്ഞാലും തീരില്ല. അതില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എനിക്കറിയാം, എന്റെ വീഡിയോ കാണുന്ന ആരോ ആണ് എനിക്ക് തന്നതെന്ന് അറിയാം. എന്തായാലും ആ വ്യക്തിനോട് ഞാൻ ആ മനസ്സിനാ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാധനം നമ്മൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അതിന് നമുക്ക് മനസ്സ് വേണം, അല്ലേ പറ്റി? എന്തെങ്കിലും കാണിച്ച് ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കുമ്പം പ്രത്യേകിച്ച് നിങ്ങളെ നല്ലത് കൊടുക്കുക, അല്ലെ നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത്, പരിപാടിക്ക് നിൽക്കരുത്. അത് കൊടുക്കുമ്പോ അവർക്ക് ഉപകാരപ്പെടൂല, വെറുതെ ഞാൻ കൊടുത്തു എന്നുള്ളൊരു പേര് മാത്രം. അപ്പൊ ചോദിക്കുമ്പോ ഞാൻ കൊടുത്തല്ലോ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അത് ഉപകാരപ്പെടണം. അത് നല്ല സാധനങ്ങളായിരിക്കണം കൊടുക്കുന്നത്. അവർക്കത് ഉപകാരപ്പെട്ടാലല്ലേ അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് അത് നമ്മൾ യൂസ് ചെയ്തതിന്റെ ബാക്കിയോ അങ്ങനെയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കുമ്പോ നമ്മള് മോസ്റ്റ് അല്ല, നമ്മള് ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാണെങ്കിൽ തന്നെ അത് ബിഗ് മോസ്റ്റ് ആയിട്ട് വേണം നമ്മൾ നല്ല വെള്ളം കൊടുക്കുക, നല്ല ഒരു ഗ്ലാസ് വെള്ളം. ഒരു എക്സാമ്പിൾ അവര് മറക്കരുത്, അതന്നെ, മറക്കാൻ പാടില്ല നമ്മളെ. അപ്പം
ഞാൻ ഒരിക്കലും മറക്കൂല. ഇത് ആരായാലും ഞാൻ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദി പറയാണ്. ഇനി ഇതും അയച്ചത് ആ വ്യക്തിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ രണ്ടെണ്ണം വന്നേക്കുന്നത് ഇന്നലെ ഇത് വന്നു, ഇന്ന് ഇതാ ഇത് വന്നു. ഷിപ്പിംഗ് അഡ്രസ് മാത്രമേ ഉള്ളൂ, നമ്മൾ തന്നെ നമുക്ക് അയക്കില്ലല്ലോ. അതന്നെ. അപ്പൊ ഇത് ആരാന്ന് എനിക്ക് നല്ല സംശയം ഉണ്ട്. ആരാന്ന് എനിക്ക് അറിയത്തില്ല. സംശയം ഉണ്ടെന്ന്, സംശയമല്ല, ആരാന്ന് എനിക്ക് അറിയത്തില്ല. അതെ, ആരെയും സംശയമില്ല ഗൈസ്, ആരാന്ന് അറിയത്തില്ല. ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഇനി വല്ല നമ്മള് മറ്റേ ഇതില്ലേ മഷി ഇട്ട് നോക്കേണ്ട വരും ആരാന്നുള്ളത്. അത് തന്നെ, നോ ഐഡിയ. ഒരു സിഗ്നേച്ചർ പോലും തന്നിട്ടില്ല ആരുടെയാന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇവനെ തുറക്കാൻ പോവാ. ഓൾറെഡി തുറന്നതായിരുന്നു. അതറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ എന്തായിരിക്കും? കണ്ടിട്ടെന്താ ചോക്ലേറ്റാ. ഈടെ പോടാ, വളരെ ഉപകാരപ്പെട്ട ചോക്ലേറ്റാ. കളിയാണല്ലോ. ഇത് തരാം, ക്ലൂ തരാം. എനിക്ക് മനസ്സിലായി. എന്താ? ക്യാമറ സ്റ്റാൻഡ് അല്ലേ? അയ്യോ, നമ്മുടെ ക്യാമറ സ്റ്റാൻഡ് ആണ് ഗായ്സേ. ഒന്നും പറയണ്ട. ഇതിന്റെ പൊക്കത്ത് കുറെ കവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പൊട്ടിക്കുന്ന. ഇന്നലെ അതിന്റെ വീഡിയോ എടുത്താണ് കേട്ടോ. അത് നവരാത്രിന്റെ വിജയദശമിന്റെ വീഡിയോ ആകുമ്പോ നമ്മൾ അതേ ഡ്രസ്സിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് കോസ്റ്റ്യൂമിലായിരുന്നു ഞാൻ എടുത്തത്. അപ്പൊ എല്ലാം കൂടെ മോസ്റ്റ് കൺഫ്യൂഷൻ ആയി പോയി. ജസ്റ്റ് അതിന്റെ ഒരു എന്താ പറയാ, അതിനൊരു പേര് പറയുമല്ലോ, ജസ്റ്റ് ഒരു മിന്നായം പോലെ ഒരു ഇന്ന് തെളിഞ്ഞ, അല്ലാതെ ഇതിന്റെ ഇതൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന് അവസ്ഥയായിരുന്നു കൈ. അതെ, ഇനിയിപ്പോ അതൊക്കെ പോട്ടെ. നമ്മുടെ കയ്യില് സൂത്രം ഉണ്ടല്ലോ. ഇത് കണ്ട മോനെ, ഇങ്ങോട്ട് വെക്കടാ. നല്ല അടിപൊളി ക്യാമറ സ്റ്റാൻഡാണ്. ഇനിയിപ്പോ നമ്മൾ വീഡിയോ ചെയ്ത് ആരാകും? കളിയാണ്. ഇത്രയും വലിയ തലയാണല്ലേ? ഇത്രയും വലിയ തലയാണ്. ഗായ്സ്, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നിന്നെ ഞാൻ പ്രസന്റ് ചെയ്യാണ് ഇവരുടെ മുമ്പിൽ, അല്ലേ? പറഞ്ഞു കൊടുക്കടാ. സൈറൻ ഹെഡ് ആണല്ലോ. അയ്യോ, സൈറൻ ഹെഡ് എന്റെ ഒച്ച നിങ്ങൾ അതിൽ കണ്ടോ? കമന്റ് ചെയ്യാൻ മറക്കില്ല. അത് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവും കേട്ടോ. അതുപോലെ ഞാൻ തലയിൽ സ്പീക്കറാണ്. അപ്പൊ ഇത്രയും വലിയ ക്യാമറയാണ് നമ്മുടെ അടുത്തുള്ള. അപ്പൊ പിന്നെ നമ്മൾ ആരാ? എന്റെ ദൈവമേ, എനിക്ക് വയ്യ ഗായ്സ്. എന്നാ രസം നോക്കിട്ടേന്ന്. അവന്റെ ആ സ്റ്റൈൽ, അവന്റെ ആ ബോഡി, എല്ലാവർക്കും ഇനി മതി. അതെ അതെ അതെ, ഇനി അടിയായിരിക്കും ഗൈസ്. അതെ, മറ്റേ ക്യാമറ സ്റ്റാൻഡ് ഈ സൂത്രമാണ് ഗൈസ്, ഈ ഇവിടുത്തെ സ്ക്രൂ ആണ് പറഞ്ഞു പോയത്. പിന്നെ ഈ നടുവില് പൊട്ടിയിട്ടും ഉണ്ടായിരുന്നു. അതന്നെ, ഇത് തരാൻ കാണിച്ച ആ വ്യക്തിയുടെ മനസ്സ് ഒരിക്കലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ പറഞ്ഞല്ലോ, അത്ര ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. കാരണം ഈ ക്യാമറ സ്റ്റാൻഡ് ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫോൺ കൈ പിടിച്ച് അത് അതിന്റെ വിഷമം പറഞ്ഞാൽ അത് മനസ്സിലാവില്ല ഗൈസ്. റീൽസ് ചെയ്യാനും ഷോർട്ട് വീഡിയോസ് ഒക്കെ എടുക്കാനും ഭയങ്കര കഷ്ടമാണ്. ആ കയ്യിൽ നമുക്ക് ഭയങ്കര കഷ്ടമാണ്. ഒരാളെ ആശ്രയിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ഒരു മനുഷ്യൻ അത് എടുത്തു തരുവാണെങ്കിൽ ചിലപ്പോൾ അത് പെർഫെക്റ്റ്, ചിലപ്പോൾ ഷെയ്ക്ക് ആവും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ. ഇതാകുമ്പോ ഒരു സ്റ്റാൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രെയിം എല്ലാ കാര്യങ്ങളും വെച്ച് കറക്റ്റ് ആക്കി എടുക്കാലോ. അപ്പൊ എന്തായാലും ഈ ക്യാമറ സ്റ്റാൻഡ് തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് നന്ദി ഞാൻ പറയാണ്. ആ മനസ്സ് എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല. ഒരുപാട് താങ്ക് യു. ഒരുപാട് നന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പം ഈ സംഭവത്തിലായിരിക്കും നമ്മൾ ഈ സംഭവത്തിൽ. അപ്പൊ ഇതിനായിരിക്കും നമ്മൾ ഇനി വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പൊ നീ ഒറ്റ മിനിറ്റ്, എന്റെ കാലൊരു കൊതി പിടിച്ചു. ഷോ ഇട്ടാണ് നിൽക്കട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ്? അപ്പൊ നമുക്ക് കിളിക്കാണോ തുറക്കാം? എന്തോ ഗാഡ്ജറ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ്. അതെന്തായിരിക്കും അങ്ങനെ തോന്നാൻ? അല്ല, അതിന്റെ കിളിക്കം കിട്ടാൻ എനിക്ക് ഗാഡ്ജറ്റ് പോലെ തോന്നുന്നത്. ഈ ഗാഡ്ജറ്റുകൾ ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോ ഒരു പ്രത്യേക സൗണ്ട് വരും. അല്ല, ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ നമുക്ക് വേഗം പിടുത്തം കിട്ടും. പക്ഷെ ഇത് ഗാഡ്ജറ്റ് ആണോ എന്നൊരു സംശയം. നോക്കാം. ലെറ്റ്സ് ഗോ. ഗായ്സ്, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ബോക്സ് ആണ് തുറക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് അയച്ചിരിക്കുന്ന ആ ദിവ്യകാംക്ഷിയാണോ നമുക്ക് അറിയത്തില്ല. കാരണം ഇതും ഒരേ അഡ്രസ്സില് വന്നതാണ്, ആരാന്നൊന്നും അറിയത്തില്ല. അത് കാരണം ഒരു ഡൗട്ട് ഉണ്ട്. അതന്നെ, ഇത് എന്താ നമുക്ക് അറിയില്ല. എനിക്ക് തുറക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇറങ്ങിയത് ഗാഡ്ജറ്റ് ആണോ? ഞെട്ടി അറിയത്തില്ല.
ഐ തിങ്ക് ഇറ്റ്സ് എ ഗാഡ്ജറ്റ് ബേബി. മറ്റേ അങ്ങനെ പറയാൻ കാരണം അത് കിളിങ്ങിയപ്പോ ഗൈസ് നിങ്ങൾക്ക് തോന്നിയില്ലേ എന്തോ ഒരു ഗാഡ്ജറ്റ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ എന്റെ തലക്ക് എന്താ ഓളോ, നമ്മൾ ഒരേ വീട്ടിലിരുന്നിട്ട് കുഞ്ഞാറ്റിക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അത് വീട്ടിൽ വരുന്നു കുഞ്ഞാറ്റിന്റെ അഡ്രസ്സിൽ. അതിൽ നല്ലൊരു വാങ്ങി കൊടുത്താൽ പോരെ. അതേ മോസ്റ്റ് അല്ല അങ്ങനെ അങ്ങോട്ട് എഴുതി തള്ളണ്ട, വേണമെങ്കിൽ നമുക്ക് വായിക്കാം. പക്ഷേ ഇത് ഏതോ ഒരു അബ്ദുബ്ദയ കാംക്ഷി അയച്ചതാണ് ഗൈസ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഗാഡ്ജറ്റ് എന്നാണ് കേട്ടോ. അതിന്റെ ആ ഒരു ലുക്കും അതിന്റെ ആ ഒരു ഇരിപ്പും. എന്താണ് ഗൈസ്? അയ്യോ, അപ്പൊ നമുക്ക് നോക്കാട്ടോ ഇതെന്താ എന്താണ് മോസ്റ്റ് എന്ന് നോക്കാം ഗൈസ്. എന്താണ് എടാ എന്താടാ ഗാഡ്ജറ്റ് അല്ലേ ഞാൻ പറഞ്ഞ പോലെ? എടാ നീ ചുമന്നു പോയടാ. കുഞ്ഞിന്റെ തക്കാളിപ്പഴ. എടാ 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 നിങ്ങള് കണ്ടോടാ, ലൈവ് ഷോ ഇന്റർവ്യൂ വ്ളോഗ് ഷോർട്ട് വീഡിയോ. ഓ ഗൈസ്, ഇത് വയർലെസ് മൈക്കാണ് കേട്ടോ. ഓ മൈ ഗോഡ്, മോസ്റ്റ് ആണ് ഗൈസ്. നോക്കട്ടെ. വാവ്, മോസ്റ്റ് ആണ് ഗൈസ്. എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, ഹൗ ടു കണക്റ്റോ. Turn on OTG connection from your phone setting. For more information, kindly watch videos on YouTube. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിലെ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ മൈക്കാന്ന് മനസ്സിലായി, ഇനി കണക്ട് ഒക്കെ ചെയ്യണം. അത് മോസ്റ്റ് ആണ്. കാരണം നമ്മുടെ ഒച്ച ഫോണിലൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. സത്യം, ഈ കാറ്റൊക്കെ വരുന്ന സമയത്താണ് പിന്നെ പറയാ വേണ്ടത്. ഇത് ആരാച്ച എനിക്ക് ആ വ്യക്തിനെ ശരിക്കും കണ്ടു താങ്ക് യു പറയാം. ഓ മൈ ഗാഡ്, ഡയാന ഭയങ്കര ഇമോഷണൽ ആയി ഗൈസ്. പൊട്ടിക്കുന്നില്ല. എന്തായാലും തന്നെ ആ മഹത് വ്യക്തിക്ക് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. എന്താ പറയാ, അവരുടെ പേര് ഒരു ലെറ്റർ എങ്കിലും വെക്കായിരുന്നു. അതല്ലേ, അത് പേരെങ്കിലും നിങ്ങൾക്ക് വെളിപ്പെടുത്താമായിരുന്നു. ആരാണെന്ന് അറിയിക്കാൻ വേണ്ടില്ലേ. അല്ലെങ്കിൽ വേണ്ട, സ്വന്തം പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊരു നിക് നെയിം എങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് പറയാമായിരുന്നു ആരാന്നല്ലേ. സത്യമായിട്ടോ, ഇനി അയക്കുമ്പോ അത് മറക്കല്ലോ, ഒരു നിക് നെയിം കൂടെ ഇടണേ. അതന്നെ, കാരണം നമുക്ക് ഇത്രയും ഉപകാരങ്ങൾ ചെയ്യുമ്പോഴേ അപ്പൊ അത് ആരാന്ന് പറയാത്തോണ്ട് നമുക്കൊരു വിനിഷ്ടമുണ്ട്. അതന്നെ, അല്ല അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇപ്പൊ അത് തന്നെ, നമ്മൾ ആരെയും നിർബന്ധിക്കില്ല. നമ്മൾ നമ്മളുടെ ഒരു ഇത് മോസ്റ്റായി പറഞ്ഞുള്ളൂ. അയ്യോ മൈക്കരാജനാവും കുഞ്ഞാറ്റീന്. ഇനി ഞാൻ ആരാ? ഓ ഇവിടെ ക്ലിപ്പ് ചെയ്യുന്നതാണോ? ഓ മൈ ഗാഡ്, ഇതുണ്ടോ മൈക്കോടൊന്നു. അപ്പൊ ഞാൻ ആരാണ്? യാ, ഇതാണ് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന സൂത്രം. ഇത് കണ്ടോ? ഓ മൈ ഗോഡ്. അപ്പം അവനെ അടച്ചു വെക്കുന്ന സൂത്രം തോന്നുന്നത്. ഇതെന്താ സാധനത്തെ? അല്ലല്ലോ, ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇത് ചാർജറിന്റെ ആണോ അറിയില്ല ഗൈസ്. എനിക്ക് ഇതിന്റെ വീഡിയോ എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് മൈക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന മൈക്ക് എന്ന് പറയുമ്പോൾ മോജ് തന്നൊരു മൈക്ക് ഉണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് വയറുള്ള മൈക്കായിരുന്നു, വയർലെസ് അല്ലായിരുന്നു. പക്ഷേ അതെന്ന് പറയുമ്പം ഈ ലോകത്തിലുള്ള ആര് ശ്രമിച്ചിട്ടൊന്നും അതില് നമ്മൾ പറഞ്ഞോണ്ടിരിക്കും, പക്ഷെ ഒന്നും റെക്കോർഡ് ആവില്ല, ഒന്നും ആവില്ല ഗൈസേ. അതൊരു മോസ്റ്റ് ആയി പോയി. ഓ, ബോക്സ് നിലത്ത് വീണു. ബോക്സിന് ജീവനുണ്ട്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ അകത്ത് വരുന്ന സൂത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് അതിന്റെ ഉള്ള എന്തോ സ്കാനറാന്ന് തോന്നുന്നു. അതോ ഇതിന്റെ നോട്ട് പാഡ് ആണോ? അതിനെ പറ്റി എഴുതിയിട്ടൊക്കെ ഉള്ള, നമുക്ക് എന്തിനാണ് എങ്ങനെയാണെന്നുള്ള ഒരു യൂസർ മാനുവൽ ആണ് ഗൈസ്. തീരുന്നില്ലല്ലോ. അതെ 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 അതെ. എടാ കൊറേ സൂത്രങ്ങളുണ്ട് കേട്ടോ. ഓ എടാ എടാ ശരിക്കും എന്റെ മോനെ, ഇത് സീൻ തന്നെ കളിയാണല്ലോ. അതിന്റെ അബൌട്ട് ആണ് ഗൈസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കാം, ചൈനയിൽ വായിക്കാം. ചൈനയാണോ ഗൈസ് ഭാഷ? അതെ, അത് മാത്രമേ ഗൈസ് അറിയുള്ളൂ. അത് തന്നെ, അത് ഫുഡ് കഴിക്കുമ്പോഴാ പറയുന്നേ. സത്യം, ഫുഡാന്ന് പറഞ്ഞു. അത് തന്നെ, നിങ്ങൾ ക്ഷമിക്കും. കേബിൾ ആണെന്ന് തോന്നുന്നു. ഓ ചാർജിങ് കേബിൾ ആണെന്ന് തോന്നുന്നു. ഓ, അപ്പം അത് ഇപ്പൊ നീ നേരത്തെ എടുത്തത് അതിന്റെ
കണക്ട് ചെയ്യുന്ന പിന്നായിരിക്കും. ഐ തിങ്ക് സോ. ആർക്കറിയാം. എന്തായാലും എനിക്ക് കരച്ചിൽ വരുന്നു മറ്റേ ദീമേ, എനിക്കറിയില്ല എന്താ ഞാൻ. അല്ല, ഇത് സത്യമാണോന്ന് ഇപ്പൊ ഓർത്തോണ്ടിരിക്കുന്നേ? അയ്യോ, മൈക്കൊക്കെ എനിക്ക് കിട്ടി. യെസ്, ദൈവമേ, എനിക്ക് വയ്യ. മറ്റേ മൈക്കായി ഊഞ്ഞാറ്റി. അത് ഞാൻ മൈക്കായി. എന്നെയാണെ കൊതുക് തിന്നില്ലെന്നുള്ളൂ. ഇനിയിപ്പൊ ഞാൻ ഈ മൈക്കും പിടിച്ച് ആർക്കും ഗായ്സ് വീഡിയോ ചെയ്യുന്നത്. എടാ 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 എന്റെ ദൈവം, ഇനിയിപ്പൊ എന്റെ സൗണ്ടൊക്കെ എല്ലാവർക്കും ശരിക്കും അങ്ങോട്ട് കേൾക്കാം. ഞാൻ ക്യാമറയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോ നിങ്ങക്ക് തോന്നുന്നു. അൾട്രാസോണിക് സൗണ്ട് ആവും. അത്രേ ഉള്ളൂ. ഈ ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ആൾക്ക് വെള്ളം കേൾക്കാൻ പറ്റും. യാ, അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ? എന്റെ വാവാച്ചേ, ഒന്നും പറയാനില്ലല്ലോ. ഒന്നും പറയാനില്ല. ഒന്നും പറഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല പറയാൻ. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട് പറയാൻ. ഒരുപാട് നന്ദിയുണ്ട്. യാ, ഒരുപാട് എന്തോരം പറഞ്ഞാൽ തീരില്ല. അമ്മേ, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. മറ്റേ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നത്. കണ്ടോ, നോ പ്രോബ്ലം. പക്ഷെ ഇവിടെ എന്തെങ്കിലും പറയണം. ആ വ്യക്തി ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒരുപാട് താങ്ക് യു. അടിപൊളി ഗിഫ്റ്റ്. അതെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അമേസിംഗ് ഗിഫ്റ്റ്. ഞങ്ങളുടെ വായിൽ അക്ഷരം പോലും വഴങ്ങുന്നില്ല ഗൈസ്. ഇതിപ്പോ അടുപ്പിച്ചടുപ്പിച്ച് 2 സൂത്രങ്ങളും വന്നു. രണ്ടും തന്നത് ഒരു വ്യക്തി, ഒരാളാണോ അതോ വേറെ ആളാണോ? രണ്ടും തന്നത് വേറെ വേറെ ആൾക്കാരാണോ? ആരാന്നൊന്നും അറിയില്ല. ആരാന്ന് എനിക്ക് ആരാണെങ്കിലും അവർക്ക് ഒരുപാട് 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 നന്ദി. ഒരുപാട് നന്ദി എന്നിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് കയ്യില് വേണ്ട എത്ര ഉപകാരപ്രദമായ 2 സൂത്രങ്ങളാണ് ഇത് എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത് അല്ലേ? അതെ, എനിക്ക് ഭയങ്കര സന്തോഷമാ. പറ്റേ അതൊരു ബിഗ് മോസ്റ്റ് സന്തോഷാണ് ഗൈസ്. ഞാൻ അധികം സന്തോഷിച്ചപ്പോ എനിക്ക് കണ്ണ് നിറഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒന്നും. അപ്പം എന്താ പറയാ, ഈ 2 സൂത്രങ്ങളും അയച്ച 2 വ്യക്തിയാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും ആരാണെങ്കിലും ആ മഹത് വ്യക്തിക്ക് ഞാൻ ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല അടിപൊളി ഗിഫ്റ്റാണ്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. അറിയത്തില്ല എന്താ പറയണ്ടേന്ന്. മോസ്റ്റ് താങ്ക് യു സോ മച്ച്. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, വേഗം പോയിട്ട് എൻ്റെ ഫോണിലേക്ക് ഞാനത് കണക്റ്റ് ആക്കി ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ കൂൾ വീഡിയോയിലൂടെ കാണാട്ടോ. ഞാനത് കൊണ്ട് അമ്മച്ചീനും അമ്മേനെയൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. എനിക്ക് സന്തോഷമാവുന്നു. പറഞ്ഞിട്ട് ഓട് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ടാറ്റ. മമ്മേ.